ഹലോ, എല്ലാവർക്കും ആമൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് തന്നെ ആക്കാമെന്നാണ്. സാധാരണ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് കമ്പ്യൂട്ടറും പിന്നെ മറ്റ് സോഫ്റ്റ്വെയറും അങ്ങനെല്ലാം ഉപയോഗിച്ചാണ്. പക്ഷേ നമുക്കിന്ന് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് അതിലൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പിന്നെ ലേശം കോഡിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രണ്ട് ആപ്പുണ്ട്. ഒന്ന് ജാവ NID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, പിന്നെ UI ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ. ഈ UI ഡിസൈനർ വേണ്ടിക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സിമ്പിളാകാൻ വേണ്ടിയിട്ടാണ് ഈ UI ഡിസൈനർ എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വേണ്ടി ആ രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ ജാവ NID എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ജാവ NID ആപ്ലിക്കേഷൻ അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് UI ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ ആപ്പ് UI ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. അത് ഞാൻ ജാവ NID ആപ്ലിക്കേഷൻ തുറക്കുകയാണ്. അതിനകത്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ തുറക്കുമ്പോൾ ഇൻസ്റ്റാളിംഗ് എന്നെല്ലാം പറഞ്ഞ് കുറച്ചും കൂടി ഓപ്ഷൻസ് എല്ലാം കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ആപ്ലിക്കേഷനിലേക്ക് വരിക. അത് കഴിഞ്ഞ് നമുക്കിവിടെ മുകളിൽ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ ഫയലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. ജാവ കൺസോൾ ആപ്ലിക്കേഷൻ, ജാവ ആൻഡ്രോയിഡ്, ന്യൂ ക്ലാസ്, ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നെല്ലാം പറഞ്ഞ് 4 ഓപ്ഷൻസ് ആണ്. അതിനകത്ത് നമ്മൾ ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ആപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ടൈപ്പ് കൊടുക്കുന്നത്. ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പാക്കേജ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് എന്തായാലും പ്രശ്നമില്ല. സാധാരണ നമ്മളുടെ ഡൊമൈന് നേരെ തലയിൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെക്കാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം വെക്കുന്നത്. ആക്ടിവിറ്റി നെയിമും ലേഔട്ട് നെയിമും എല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ഈ ആക്ഷൻ ബാറിൽ നമുക്ക് കുറേ ഫയൽസും ഫോൾഡേഴ്സും എല്ലാം കാണാം. അതിനകത്തപ്പം നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന രണ്ട് ഫയലാണ്. ഇതിൻ്റെ അകത്ത് മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് മെയിൻ ആക്ടിവിറ്റി ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയൽ, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ജാവ ഫയൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ലേഔട്ടിൻ്റെ അകത്ത് ആക്ടിവിറ്റി മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ കാണാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ഫയൽ. ഇതിൻ്റെ അകത്താണ് ആപ്പിൻ്റെ ലേഔട്ടെല്ലാം സേവ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാനിവിടെ തുറക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഫയലാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ മറ്റ് ഫയലുകൾ എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലുണ്ട്. അതിൻ്റെ അകത്താണ് ആൻഡ്രോയിഡ് ജസ്റ്റിഫിക്കേഷനും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ആപ്പിൻ്റെ ഐക്കൺ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈയിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ രണ്ട് മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന രണ്ട് ഫയൽ എന്ന് വെച്ചാൽ ഇപ്പുറത്തുള്ള രണ്ടെണ്ണമാണ്. നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുമായിട്ടാണ് ഈ ആപ്പ് നമ്മൾ ഈ ലേഔട്ടിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് നോർമലി വേറെ മാറ്റങ്ങളൊന്നും വരുത്താതെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊരു പ്ലേ പോലത്തെ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കമ്പൈലർ ഔട്ട് എന്നിട്ട് ബിൽഡ് സക്സസ് എന്നെല്ലാം മറ്റ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഹലോ വേൾഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളായി. എന്നിട്ടാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ നടുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റ് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ നേരെ ജാവ NIDയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് മെയിൻ .xml ഫയലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ്. XML ലേഔട്ടിലാണ് ഇതുള്ളത്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. ഈ ടെക്സ്റ്റ് വ്യൂവിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ ഹലോ വേൾഡ് ഞാൻ തൽക്കാലം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഹലോ എവരി വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഹലോ എവരി വൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫയൽ സേവ് ചെയ്തതിന് ശേഷം ഒരിക്കലും കൂടി ബിൽഡ് ചെയ്ത് നോക്കാം.
ഓക്കെ, ബിൽഡ് സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹലോ വേൾഡ് ഒരിക്കലും കൂടി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് നമുക്ക് നേരത്തെ ഇവിടെ ഹലോ വേൾഡ് എന്ന് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹലോ എവരി വൺ വന്നിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ നമ്മളിതിൻ്റെ ടെക്സ്റ്റ് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. നമുക്കിനി അടുത്തായിട്ട് മറ്റൊരു ടെക്സ്റ്റ് വ്യൂവും കൂടി ഈ ഫയലിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ടെക്സ്റ്റ് വ്യൂവും കൂടി ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ടെക്സ്റ്റ് വ്യൂ എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ആൻഡ്രോയിഡ് ലേഔട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അതിൻ്റെ വിഡ്ത്താണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് വിഡ്ത്ത് സാധാരണ കൊടുക്കുന്നത് മാച്ച് പാരൻ്റ് എന്നാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ ലേഔട്ടിൻ്റെ വിഡ്ത്ത് തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാച്ച് പാരൻ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ആൻഡ്രോയിഡ് ലേഔട്ട് ഹൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ശേഷം ഈ ലേഔട്ട് ഹൈറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ ഹൈറ്റാണ് വയ്ക്കുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായതിൻ്റെ അകത്ത് മാച്ച് പാരൻറ്റ് എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മളിത് മാറ്റിയിട്ട് മറ്റൊരു വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. വാല്യൂ ഡി പിയിലാണ് നമ്മൾ സൂചിപ്പിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 DP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. 20 DP എന്ന് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ടെക്സ്റ്റ് കൊടുക്കണം. ആൻഡ്രോയിഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് നമ്മൾ ഹലോ എവരി വൺ എന്നാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇത്തവണ ഒരു ഹലോ എന്ന് മാത്രമായിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലാഷും പിന്നെ ഗ്രേറ്റർ ദാൻ്റെ ആ സൈനുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മളൊരു ഹലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടെക്സ്റ്റ് വ്യൂവും കൂടി കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതൊരിക്കൽ സേവ് ചെയ്ത് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്തതിനാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഹലോ എവരി വണ്ണിൻ്റെ മുകളിലായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ഹലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരെണ്ണം കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം കാണാം. ഈ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇതുപോലെ സെൻറ്ററിലല്ല കാണിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രാവിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഗ്രാവിറ്റി ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അത് രണ്ടാമത്തെ ടെസ്റ്റ് ഹലോ എവരി വൺ എന്നിട്ടുള്ളത് നടുക്കായിട്ട് കാണിച്ചത്. നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ആൻഡ്രോയിഡ് ഈസ് ടു ഗ്രാവിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത് ഏറ്റവും മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് കാണിച്ചത്. അതായിട്ട് നമുക്ക് ഈ ലേഔട്ട് ഫയൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ആ മെയിനായിട്ടുള്ള വൈറ്റ് കളർ നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫസ്റ്റത്തെ ഈ ലീനിയർ ലേഔട്ടാണ് ഫുള്ള് മാച്ച് പാരൻ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ്രോയിഡ് ഈസ് ടു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു കളർ കോഡാണ്. ബ്ലാക്കിൻ്റെ കളർ കോഡ് ഇതാണ് 0060 ആണ് ബ്ലാക്കിൻ്റെ കളർ കോഡ്. അപ്പോൾ ഞാൻ അതിവിടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് ഒരിക്കൽ ബിൽഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിനാൽ നിങ്ങൾക്കിവിടെ കാണാം ആ ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ആ വൈറ്റ് തീം ഇപ്പോൾ ബ്ലാക്ക് ആയിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. മറ്റൊരു കളർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു XML ഫയലെല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കളറെല്ലാം ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ കളറൊക്കെ മാറ്റുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ബേസിക്കായിട്ട് ഇങ്ങനെയും കളർ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാകുന്നതാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.